ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഒമാൻ ബന്ധത്തിന്റെ അടിത്തറ വിശ്വാസവും സൌഹൃദവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ വ്യാപാര ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ അവസാനിക്കും. റോസ്ഗാർ ആജീവിക മിഷൻ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മറുപടി ലോക്സഭയിൽ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വിസി നിയമനം സംബന്ധിച്ച് കേരള സർക്കാരും ഗവർണറും സമവായത്തിലെത്തിയതിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക്. കരട് വോട്ടർ പട്ടിക ഈ മാസം 23-ന് പ്രസിദ്ധീകരിക്കും. ഡൽഹിയിൽ വായുമലിനീകരണത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ. കടുത്ത മൂടൽമഞ്ഞ് സാധ്യത കണക്കിലെടുത്ത് ഉത്തർപ്രദേശിൽ ചുവപ്പ് ജാഗ്രത. കുടിയേറ്റ അവകാശങ്ങളുടെ സംരക്ഷണം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ അവസാനിക്കും. ഈ മാസം 1-നാണ് സമ്മേളനം ആരംഭിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പ്രകാരമുള്ള റോസ്ഗാർ ആജീവിക മിഷൻ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇപ്പോൾ ലോക്സഭയിൽ മറുപടി നൽകുകയാണ്. ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് 125 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നതാണ് ബില്ല്. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. OTT ഉള്ളടക്കം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ അധികാര പരിധിക്ക് പുറത്തു തന്നെ തുടരുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. 2021 ഇൻഫർമേഷൻ ടെക്നോളജി നിയമങ്ങളുടെ 3-ാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് OTT ഉള്ളടക്കം നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹം ഇന്നലെ ലോക്സഭയിൽ വ്യക്തമാക്കി. നിരോധിച്ചിട്ടുള്ള ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് OTT പ്ലാറ്റ്ഫോമുകൾ വിട്ടുനിൽക്കണമെന്നും ശ്രീ എൽ മുരുകൻ പറഞ്ഞു. ഇന്ത്യ ഒമാൻ ബന്ധത്തിന്റെ അടിത്തറ വിശ്വാസവും സൌഹൃദവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്കറ്റിൽ ഇന്ത്യ ഒമാൻ വ്യാപാര ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 70 വർഷം തികയുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ഉച്ചകോടി ഇന്ത്യ ഒമാൻ പങ്കാളിത്തത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हमारा रिश्ता ट्रस्ट की नींव पर बना, फ्रेंडशिप की ताकत से आगे बढ़ा और समय के साथ और गहराता चला गया. आज हमारे डिप्लोमेटिक रिश्ते भी 70 इयर्स के हो गए. ये सिर्फ 70 वर्ष का उत्सव नहीं है, ये वो पड़ाव है जहां से हमें अपनी सदियों की विरासत को एक समृद्ध भविष्य की तरफ ले जाना है. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, എസ് ജയശങ്കർ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ സമൂഹവുമായും വിദ്യാർത്ഥികളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. ഒമാൻ രാഷ്ട്രത്തലവൻ സുൽത്താൻ ഹൈദർ ബിൻ താരിഖുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഔദ്യോഗിക യാത്രകൾ സുഗമമാക്കുന്നതിനും ഉഭയകക്ഷി വിനിമയങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഇന്ത്യയും സൌദി അറേബ്യയും ഉഭയകക്ഷി വിസ ഇളവ് കരാറിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ഔദ്യോഗിക പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്ക് ഹ്രസ്വകാല വിസ ആവശ്യകതകളിൽ നിന്ന് പരസ്പര ഇളവ് നൽകുന്നതാണ് കരാർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യമെന്ന് സൌദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. BJP MP PP ചൌധരിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ 2024 ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്ര ഭരണ പ്രദേശ നിയമങ്ങൾ ഭേദഗതി ബില്ലും പരിശോധിച്ചു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 3 മാവോയിസ്റ്റുകളെ വധിച്ചു. കിസ്താർ മേഖലയിൽ നടത്തിയ തെരച്ചിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 3 പേരുടെയും മൃതദേഹങ്ങൾ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ജിദ്ദയിൽ നിന്ന് 160 യാത്രക്കാരുമായി കരിപ്പൂരിലേക്ക് പോയ വിമാനത്തിന്റെ ടയറുകൾക്ക് തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. കരിപ്പൂരിൽ ഇറങ്ങേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് വഴിതിരിച്ചുവിട്ട് കൊച്ചിയിൽ ഇറങ്ങിയത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. ഇന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം. എന്റെ മഹത്തായ കഥ, സംസ്കാരങ്ങളും വികസനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കുടിയേറ്റ അവകാശങ്ങളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിനുമാണ് ദിനാചരണം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വിസി നിയമനം സംബന്ധിച്ച് കേരള സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തിയതിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. സർവകലാശാലകളിലെ വിസി നിയമനത്തിൽ ഉണ്ടായ സമവായം ഗവർണറും സംസ്ഥാന സർക്കാരും രേഖാമൂലം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. സിസ തോമസിനെയും സജി ഗോപിനാഥിനെയും വിസിമാരായി നിയമിച്ച ഉത്തരവും കൈമാറി.
ഇന്ന് ന്യൂനപക്ഷ അവകാശ ദിനം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവർ നൽകിയ സംഭാവനകളെ അംഗീകരിക്കുന്നതിനും അവരുടെ സംരക്ഷണത്തിനുമായാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. സാമുദായിക ഐക്യവും ദേശീയോദ്ഗ്രഥനവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മസാല ബോണ്ടുകൾ വഴി സമാഹരിച്ച ഫണ്ടുകളുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾക്ക് കേരള ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രിയുമായ TM തോമസ് ഐസക്കും സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിൽ നടക്കും. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ ജനുവരി 12-ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കും. ഇത് സംബന്ധിച്ച വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറപ്പെടുവിച്ചു. ഈ മാസം 24 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 26-നാണ് സൂക്ഷ്മ പരിശോധന. സ്ഥാനാർത്ഥിത്വം ഡിസംബർ 29 വരെ പിൻവലിക്കാം. വോട്ടെണ്ണൽ ജനുവരി 13-ന് നടക്കും. മലപ്പുറം പായിമ്പാടം, എറണാകുളം ഓണക്കൂർ, തിരുവനന്തപുരം വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ സംസ്ഥാനത്ത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. വീട് തോറുമുള്ള വിവരശേഖരണം ഇന്ന് അവസാനിക്കും. ഡിസംബർ 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതിന്മേലുള്ള പരാതികൾ സമർപ്പിക്കാൻ ജനുവരി 22 വരെ അവസരം ലഭിക്കും. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ പേരുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ പങ്കാളികളാകാത്തവരെ ബോധവൽക്കരിക്കാൻ നിലവിലെ സ്വീപ് പരിപാടികൾ പ്രയോജനപ്പെടുത്തും എന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുന്നു. വായു മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വിശദാംശങ്ങളിലേക്ക്. കൃത്യമായ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്നു മുതൽ ഇന്ധനം നൽകില്ലെന്ന് ഡൽഹി സർക്കാർ വ്യക്തമാക്കി. പെട്രോൾ പമ്പുകളിൽ ഗതാഗത വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സംഘം പരിശോധന നടത്തും. ഡൽഹിയിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്ന ട്രക്കുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള BS6 അല്ലാത്ത സ്വകാര്യ വാഹനങ്ങൾക്കും ഇന്നു മുതൽ ഡൽഹിയിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചതിനെ തുടർന്ന് ബുദ്ധിമുട്ട് നേരിട്ട തൊഴിലാളികൾക്ക് 10,000 രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതിനാൽ ഉത്തർപ്രദേശിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹിമാചൽ പ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിലും ശനിയാഴ്ച വരെ കനത്ത മൂടൽമഞ്ഞ് തുടരാൻ സാധ്യതയുണ്ട്. പശ്ചിമ മധ്യപ്രദേശിലും ഉത്തരാഖണ്ഡിലും നാളെ വരെ ശൈത്യതരംഗം തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ സമാപനം. തിരുവനന്തപുരം നിശാഗന്ധിയിൽ വൈകിട്ടാണ് സമാപന ചടങ്ങ്. മേളയുടെ 7ാം ദിനമായ ഇന്ന് 72 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ ശേഷിപ്പ്, അന്യരുടെ ആകാശങ്ങൾ, സമസ്ത ലോക, മോഹം, ശവപ്പെട്ടി, അംബ്രോസിയ, ചാവുകല്യാണം എന്നിവ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 178 പോയിന്റ് ഉയർന്ന് 84,737-ലും നിഫ്റ്റി 74 പോയിന്റ് നേട്ടത്തിൽ 25,892-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 240 രൂപ വർദ്ധിച്ച് 98,880 രൂപയും ഗ്രാമിന് 12,360 രൂപയുമാണ് വില. അമേരിക്കൻ സാമ്പത്തിക നയങ്ങളുടെ അടിത്തറയായിരിക്കും താരിഫുകളെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിക്ഷേപം, തൊഴിലവസരങ്ങൾ തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്നതിൽ താരിഫുകൾ ഫലപ്രദമാണെന്നും ഈ വർഷത്തെ അവസാന അഭിസംബോധനയിൽ അദ്ദേഹം പറഞ്ഞു. അതേസമയം തായ്വാനിലേക്കുള്ള $10 ബില്യൺ മൂല്യമുള്ള വൻ ആയുധ വിൽപ്പന പാക്കേജ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുക്രൈൻ പ്രദേശം വിട്ടുനൽകണമെന്ന തന്റെ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർഷിക യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് പുടിൻ നിലപാട് വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഒമാൻ ബന്ധത്തിന്റെ അടിത്തറ വിശ്വാസവും സൌഹൃദവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ വ്യാപാര ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ അവസാനിക്കും. റോസ്ഗാർ ആജീവിക മിഷൻ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മറുപടി ലോക്സഭയിൽ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനം സംബന്ധിച്ച് കേരള സർക്കാരും ഗവർണറും സമവായത്തിലെത്തിയതിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപടികൾ അവസാന ഘട്ടത്തിലേക്ക്.
കരട് വോട്ടർ പട്ടിക ഈ മാസം 23-ന് പ്രസിദ്ധീകരിക്കും. ഡൽഹിയിൽ വായു മലിനീകരണത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ. കനത്ത മൂടൽമഞ്ഞ് സാധ്യത കണക്കിലെടുത്ത് ഉത്തർപ്രദേശിൽ ചുവപ്പ് ജാഗ്രത. കുടിയേറ്റ അവകാശങ്ങളുടെ സംരക്ഷണം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.